നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ മുമ്പ് വിജ്ഞാപനം ചെയ്യുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതോടെ CAA സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപരമായ പീഡനങ്ങൾ കാരണം ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളല്ലാത്ത 6 മതസ്ഥർക്ക് എന്നുവെച്ചാൽ ഹിന്ദുക്കൾ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ അവസരമൊരുക്കുന്ന ബില്ല് ഡിസംബറിൽ പാർലമെൻറ്റ് പാസാക്കി. 2 ദിവസത്തിന് ശേഷം 2019 ഡിസംബർ 12-ന് രാഷ്ട്രപതിയുടെ അനുമതി കൂടി ലഭിച്ചതോടെ നിയമം പ്രാബല്യത്തിൽ വന്നു. പൗരത്വ നിയമം പാസാക്കിയ ഉടൻ തന്നെ രാജ്യത്തുടനീളം വ്യാപക പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്ന് നിയമനിർമ്മാണത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷനുകൾ സമർപ്പിക്കപ്പെടുകയും അത് ഭരണഘടനാ ബെഞ്ചിന് കീഴിൽ തീർപ്പ് കാത്ത് കിടക്കുകയുമാണ്. സുപ്രീം കോടതി നിയമം സസ്പെൻഡ് ചെയ്യാത്തിടത്തോളം കാലം നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ തയ്യാറാക്കാമെങ്കിലും അവ ഇതുവരെ വിജ്ഞാപനം ചെയ്തിട്ടില്ല. ചട്ടങ്ങൾ ഇപ്പോൾ തയ്യാറാണെന്നും ഓൺലൈൻ പോർട്ടലും നിലവിലുണ്ടെന്നും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നുമാണ് ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. മുഴുവൻ പ്രക്രിയയും ഓൺലൈനിലായിരിക്കുമെന്നും അപേക്ഷകർക്ക് അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോലും അപേക്ഷിക്കാമെന്നുമാണ് ക്രമീകരണങ്ങളെക്കുറിച്ച് അധികൃതർ അറിയിച്ചത്. CAAയുടെ ചട്ടങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറപ്പെടുവിക്കാൻ പോകുന്നു. ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നിയമം നടപ്പാക്കാനും അർഹരായവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനും കഴിയും എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്യുമോ എന്ന ചോദ്യത്തിന് എല്ലാ കാര്യങ്ങളും തയ്യാറാണെന്നും അവ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കാനാണ് സാധ്യതയെന്നും വൃത്തങ്ങൾ പറഞ്ഞു. അപേക്ഷകർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച വർഷം പ്രഖ്യാപിക്കണം. അപേക്ഷകരിൽ നിന്ന് ഒരു രേഖയും ആവശ്യപ്പെടില്ല. 2014 ശേഷം അപേക്ഷിച്ച അപേക്ഷകരുടെ അഭ്യർത്ഥനകൾ പുതിയ നിയമങ്ങളനുസരിച്ച് പരിവർത്തനം ചെയ്യും എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. 1955 പൗരത്വ നിയമപ്രകാരം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും ജൈനർക്കും പാഴ്സികൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യൻ പൗരത്വം നൽകാൻ കഴിഞ്ഞ 2 വർഷത്തിനിടെ 9 സംസ്ഥാനങ്ങളിലെ 30 ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ആഭ്യന്തര സെക്രട്ടറിമാർക്കും അധികാരം നൽകിയിട്ടുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച പശ്ചിമ ബംഗാളിൽ ഒരു പാർട്ടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ CAAയോട് BJP പ്രതിജ്ഞാബദ്ധമാണെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി CAAയുമായി ബന്ധപ്പെട്ട് അഭയാർത്ഥി സഹോദരങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പറഞ്ഞു. CAA രാജ്യത്തെ നിയമമാണെന്നും ആർക്കും അതിനെ തടയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും ധ്രുവീകരിക്കുന്ന ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കാൻ സർക്കാർ കാലതാമസം വരുത്തുന്നതിന് ഒന്നിലധികം കാരണങ്ങളാണ് ആരോപിക്കപ്പെടുന്നത്. അസമും ത്രിപുരയും ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ CAA നേരിടുന്ന ശക്തമായ എതിർപ്പാണ് പ്രധാന കാരണങ്ങളിൽ ഒന്ന്. നിയമനിർമ്മാണം സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യാ ശാസ്ത്രത്തെ ശാശ്വതമായി മാറ്റുമെന്ന ഭയമാണ് അസമിലെ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയത്. 1966 ജനുവരി 1-ന് ശേഷം, എന്നാൽ 1971 മാർച്ച് 25-ന് മുമ്പ് അസമിലേക്ക് വന്ന വിദേശ കുടിയേറ്റക്കാർക്ക് പൗരത്വം നേടാൻ അനുവദിക്കുന്ന 1985 അസം കരാറിൻ്റെ ലംഘനമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. CAA പ്രകാരം പൗരത്വം നീട്ടുന്നതിനുള്ള കട്ട് ഓഫ് തീയതി 2014 ഡിസംബർ 31 CAAക്കെതിരെ ഉയർന്ന പ്രതിഷേധം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു. CAAയുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ എന്നിവർക്ക് മാത്രമാണ് നിയമം ബാധകമാകുന്നതെന്നും മ്യാൻമറിലെ പീഡിപ്പിക്കപ്പെടുന്ന റോഹിംഗ്യകളെയും ചൈനയിൽ നിന്നുള്ള ടിബറ്റൻ ബുദ്ധമതക്കാരെയും ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴരെയും ഒഴിവാക്കുന്നതിനാൽ ഇത് ഏകപക്ഷീയ നിലപാടാണ് എന്നും ഹർജിക്കാർ വാദിച്ചു. ഹർജികൾക്ക് മറുപടിയായി നൽകിയ പ്രാരംഭ എതിർ സത്യവാങ്മൂലത്തിൽ 2019 നിയമത്തിൽ ന്യായമായ വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം മതമല്ലെന്നും ഒരു മതരാഷ്ട്രമായി പ്രവർത്തിക്കുന്ന അയൽ രാജ്യങ്ങളിലെ മതപരമായ വിവേചനമാണെന്നും കേന്ദ്രം പറഞ്ഞു. കഴിഞ്ഞ 7 ദശാബ്ദക്കാലത്തെ പ്രസ്തുത പ്രശ്നങ്ങൾ പാർലമെൻറ്റ് മനസ്സിലാക്കുകയും 3 പ്രത്യേക രാജ്യങ്ങളിലെ അംഗീകൃത ന്യൂനപക്ഷ വിഭാഗത്തെ പരിഗണിക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോഴത്തെ ഭേദഗതി നടപ്പാക്കിയത് എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. CAA നടപ്പിലാക്കുന്നതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ കണക്കാക്കുന്ന ദേശീയ പൗരത്വ രജിസ്റ്റർ അസമിൽ തയ്യാറാക്കിയത് പുനഃപരിശോധിക്കണമെന്ന് അസം മുഖ്യമന്ത്രി തന്നെ അടുത്തിടെ ആവശ്യപ്പെട്ടത് നിയമം നടപ്പിലാക്കുന്നതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 19 ലക്ഷത്തിലധികം അസം നിവാസികൾ പുറത്തായ NRCയിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദു നാമധാരികളായതിൻ്റെ പേരിൽ NRC തള്ളണമെന്ന് RSS ആഹ്വാനം ചെയ്തതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ബംഗാളിൽ വന്ന് പറയുന്നത് പോലെ
അസമിൽ ചെന്ന് പറയാൻ അമിത്ഷായ്ക്ക് ധൈര്യമുണ്ടോ എന്ന് മമതാ ബാനർജി ചോദിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഏതായാലും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന അസമിനെയും ത്രിപുരയെയും അവഗണിച്ചു പോകാൻ BJPക്കാവില്ല എന്നതുകൊണ്ട് കൂടിയാണ് ചട്ടങ്ങളുടെ രൂപീകരണവും വിജ്ഞാപനവും വൈകിയത്. അതേസമയം 2019 പ്രധാന വാഗ്ദാനം പൂർണ്ണമായും പാലിക്കണമെന്ന നിർബന്ധം BJP പുലർത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരും.